സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ ശുഭകാര്യേഷു. വിഷ്ണുവിൻ്റെ ദ്വാരപാലകനായ മധുവിൻ്റെ പുത്രൻ ധുന്ധുവിനെ നിഗ്രഹിച്ചതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പ്രതാപം ആര്യാവർത്തത്തിലെങ്ങും വ്യാപിച്ചു. രാജാവിനെ നേരിട്ട് കാണാൻ കിട്ടുന്നില്ല. ഇനി 50 വർഷം കൂടി ഇരുന്നാലാണ് ഇദ്ദേഹം പ്രസവിക്കുക. വളരെ ഇത്രയും ദീർഘമായ ഒരു പ്രസവ കാലം വേറെ ലോകത്തിലേതെങ്കിലും കഥകളിൽ വർണ്ണിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. കഴിവുള്ളവനാണ്, പക്ഷേ മടിയനാണ്. ഇതാണ് ഈ ഗർഭത്തിൻ്റെ അർത്ഥം. ഗർഭാലസ്യം. അതാണ് 100 വർഷത്തെ ഗർഭാലസ്യം എന്ന് പറഞ്ഞാൽ ആലസ്യം തന്നെ. ആലസ്യം തന്നെ. അങ്ങനെ ഇരിക്കും. പ്രശ്നങ്ങളൊക്കെ മന്ത്രിമാരെയൊക്കെ ഏൽപ്പിച്ച് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. തനിയെ പോയാൽ ഒറ്റയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എങ്കിലും പോകില്ല. പോവാതെ അങ്ങനെ ആ മടിയുടെ പ്രതീകമാണ്. അങ്ങനെ ആലസ്യത്തിൽപ്പെട്ട്, നിത്യമായ ആലസ്യത്തിൽപ്പെട്ട് ഉറങ്ങുകയില്ല. ഈ ചിലർ എന്തോ അത്യാവശ്യമുള്ളതുപോലെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. ഒരു അത്യാവശ്യമില്ല. കണ്ടിട്ടില്ലേ വൈകുന്നേരമൊക്കെ വളരെ വേഗത്തിൽ ഉലാത്തിക്കൊണ്ട് ഇരിക്കുന്ന മറ്റേ ഇദ്ദേഹത്തിന് റോക്ക്ഫെല്ലർ വളരെ സ്പീഡിൽ നടക്കുകയും ചിലപ്പോൾ ഓടുകയും ചെയ്യും. പാടത്തിൻ്റെ വരുമ്പത്തോടി വയലിൻ്റെ നടുക്കാണ് അദ്ദേഹത്തിൻ്റെ. വയലെന്ന് വെച്ചാൽ വയലേലയാണ്. പാലുകൾക്കുള്ളിലൊരു ചിരിയുണ്ട്, പക്ഷേ ബഹുമാനമാണ്. വലിയ സാഹിത്യകാരൻ, അമേരിക്കയ്ക്ക് പ്രശസ്തി ഉണ്ടാക്കിയവൻ എന്നൊക്കെയുള്ള. അങ്ങ് വ്യായാമത്തിലായിരിക്കും ഇല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് വ്യായാമം എഴുത്താണല്ലോ വ്യായാമം. അപ്പോൾ ഓടുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്രമം. അതുപോലെ വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. എന്തിനാ നടക്കണേ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോഴാണ് ഞാൻ വളരെ വേഗത്തിൽ നടക്കുകയായിരുന്നല്ലോ എന്നറിയുന്നത്. ഇങ്ങനെ ചെയ്യേണ്ടുന്ന കൃത്യങ്ങൾ അന്യന്മാരെ ഏൽപ്പിച്ചിട്ട് താൻ സ്വൈരമായിട്ടിരിക്കുക. എങ്ങോട്ട് പോകുന്നു? ഞാൻ കടയിൽ വരെ പോകുന്നു. ഒരു പാക്കറ്റ് പാല് ഇങ്ങോട്ട് മേടിച്ചു. അപ്പോൾ അവൻ്റെ അടുത്തേലായി ഒരു പാക്കറ്റ് പാല്. കാശ് കൊടുത്താലുമായി, കൊടുത്തില്ലെങ്കിലുമായി. വളരെ അടുപ്പുള്ളതുകൊണ്ട് അത് ചോദിക്കാൻ ഒരു മടിയും വരും. ഇങ്ങനെ തൻ്റെ എല്ലാ കാര്യങ്ങളും, തൻ്റെ ഗൃഹകൃത്യങ്ങളെല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആലസ്യമുള്ള, എന്നാൽ ബുദ്ധിമാനായ, ശാസ്ത്രങ്ങൾ അറിയുന്ന, യുദ്ധ വിദഗ്ധനായ ഒരാളുടെ സ്വഭാവത്തെ പ്രദ്യോതിപ്പിക്കാനാണ് അതാണ് 100 വർഷത്തെ ഗർഭം. അല്ലാതെ ആളുകൾ കയറിയിട്ട് അങ്ങനെ ഒരു ഗർഭം ഉണ്ടാകാം. 100 വർഷത്തെ ഗർഭം 9 മാസം തന്നെ കഷ്ടിച്ച് മതി. വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഗർഭം ഉണ്ടാകുന്നത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതാകുമ്പോൾ ഇത് അതിനകത്തൊരു കഥയും വന്നു. ഇയാളുടെ ആലസ്യത്തെ ആസ്പദമാക്കി ഒരു കഥയും വന്നു. ഈ ആലസ്യം ഒഴിയേണ്ട അത്യാസന്നമായ ഒരു സന്ദർഭം വന്നപ്പോൾ ആലസ്യം ഒഴിഞ്ഞു പോയി. സാധാരണ ആളിനെ കൊന്നിരിക്കുന്ന അതിഭീകരനായ രാക്ഷസനെയാണെ കൊന്നിട്ട് ഒറ്റയ്ക്കാണ്. ആലസ്യത്തിന്റെ കാഠിന്യം നമുക്ക് ഫീൽ ചെയ്യും. ആണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നാലും പഴയ പ്രവൃത്തി തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ എന്തെങ്കിലും അത്യാശ്ചര്യകരമോ അത്യാപൽക്കരമോ ആയ പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നങ്ങൾ ഇടപെടുമെന്നുള്ള ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം അന്യരെ ഏൽപ്പിച്ച്, പിന്നെ രാജാവായതുകൊണ്ട് അതിനുള്ള ഭൃത്യന്മാരൊക്കെ ഉണ്ട്, അന്യനെ ഏൽപ്പിച്ചിട്ട് താൻ കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയോ ഒക്കെ ചെയ്തും അനാവശ്യമായി ചിന്തിച്ചും ഈ കാളയുടെ കൊമ്പിനിടയ്ക്ക് കൊണ്ടുപോയി നമ്പൂതിരി തലയിട്ടു എന്ന് പറഞ്ഞു. ഇട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയണം. അതിനു വേണ്ടി ഇട്ടു എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ ആലോചനയില്ലാതെ ഇങ്ങനെ ഒരു മാസത്തിലധികമായി ഞാനിതെങ്ങനെ ഇടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചാണ് അവസാനം ഇടുക തന്നെ എന്നൊരു തീരുമാനത്തിൽ എത്തിയത്. അങ്ങനത്തെ ആപൽഘട്ടങ്ങളിൽ മാത്രമേ ഇദ്ദേഹം ഇറങ്ങി പ്രവർത്തിക്കുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദീർഘസൂത്രൻ എന്നതിൻ്റെ ഒരൊറ്റവാക്ക് പറയാം സംസ്കൃതത്തിന്.
കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ നീട്ടിവെച്ച് ഇനിയിപ്പോൾ എന്നിട്ട് എണ്ണി നോക്കും. ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട് പരീക്ഷയ്ക്ക്? 10 ദിവസമുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയി ഒരു മാറ്റിനെ കാണാം. 10 ദിവസം ഉണ്ടല്ലോ. 10 ദിവസം ഉണ്ടല്ലോ. ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. ഇങ്ങനെ മാറ്റി ജോലി ചെയ്യാനുള്ള കാര്യം മാറ്റി കൃത്യങ്ങൾ ചെയ്യാതെ മാറ്റി വയ്ക്കുന്ന ആളുകളെയാണ് ഈ നിത്യഗർഭന്മാർ എന്ന് പറയുന്നത്. ഷേക്സ്പിയറുടെ ഹാംലെറ്റ് അങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ദീർഘസൂത്രത. സാർ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു ഫിലിം ഉണ്ടല്ലോ, എലിപ്പത്തായം. എലിപ്പത്തായത്തിലെ കഥാനായകൻ ഇങ്ങനെയാണ്. അപ്പം ഈ സ്വഭാവം ദ്യോതിപ്പിക്കാനാണ് ഈ ഗർഭത്തിനെ കൂട്ടുപിടിച്ചത്. അല്ലാതെ പുരുഷൻ ഗർഭം ധരിക്കില്ല എന്ന് വ്യാസന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. അപ്പോൾ അത് ഗർഭം എന്നുള്ള ലോക ജീവിതത്തിലെ ഒരു നിത്യമായ അനുഭവത്തെ എടുത്തിട്ട് ഒരു പ്രത്യേക വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ അടയാളമായിട്ട് അതിനെ വച്ചിരിക്കുകയാണ്. ബിംബമാക്കി, കാവ്യബിംബമാക്കി വെച്ചിരിക്കുകയാണ്. വളരെ എഫക്റ്റീവായിട്ട്. അത് സംസ്കൃതത്തിൽ പിന്നെ ഒരു ചൊല്ലുമുണ്ട് അതിനെ സംബന്ധിച്ച്, ഈ യുവനാശന്റെ ഗർഭം പോലെയെന്ന്. സാധനമൊന്നുമില്ല ഇതിനകത്ത്. ഗർഭാണെന്ന് പറഞ്ഞുകൊണ്ട് വയറ് വീർത്തിരിക്കണമെന്നും കൂടി വർണ്ണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വയറും വീർത്തിട്ടില്ല, ഗർഭവുമില്ല. അപ്പോൾ അതാണ് യുവനാശൻ. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കീർത്തി എല്ലായിടത്തും പരന്നു എങ്കിൽ തന്നെയും അദ്ദേഹം ആ കീർത്തി ധാവള്യം ആസ്വദിക്കുന്നതിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയോ സ്വീകരണങ്ങളിൽ പങ്കെടുക്കുകയോ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും അദ്ദേഹം ഏർപ്പെടാതെ തൻ്റെ കൊട്ടാരത്തിനകത്ത് സുഖമായി ഭക്ഷണമൊക്കെ കഴിച്ച് പ്രസന്ന ചിത്തനും സന്തുഷ്ടവദനനുമായിട്ട് അദ്ദേഹം കഴിഞ്ഞുകൂടി. ഈ പരമ്പരയിൽ രവതൻ എന്നൊരാളുണ്ട്. അത് വൈവസ്വത മനുവിൻ്റെ മകനായ ശര്യാതിയുടെ മകനാണ് ഈ രവതൻ. ആ രവതൻ്റെ മകനാണ് രൈവതകൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ ഒരു പർവ്വതവുമുണ്ട്, രൈവതക പർവ്വതം, കുശസ്ഥലിയിൽ. കുശസ്ഥലി എന്ന് വെച്ചാൽ ഭാഗ്യമുള്ള സ്ഥലമെന്നാണ്. പിന്നെ ധാരാളം ദർഭപ്പുല്ലുകൾ പടർന്ന് പിടിച്ച്, കാടുപൂ പോലെ പടർന്ന് പിടിച്ച് ഉള്ളിലേക്ക് കയറി ചെല്ലാൻ വയ്യാത്ത വിധത്തിൽ അത് അട്ടിയായിട്ട് പിടിച്ച് സാന്ദ്രമായിട്ട് നിബിഡമായിട്ട് ഘനീഭൂതമായി പിടിച്ചു നിൽക്കുന്ന സ്ഥലം എന്നും അർത്ഥം. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എളുപ്പം കയറി ചെല്ലാനൊക്കില്ല. ഇതിൻ്റെ എല്ലാ വശത്തും സൂചിയായിരിക്കും, കുത്തിക്കയറും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയ ആളുകൾ പോവുള്ളൂ. ഈ കുശസ്ഥലി സ്ഥാപിച്ചത് രൈവതകനാണ്. ഭഗവാൻ പിന്നീട് വന്ന് മറയിലൊക്കെ തോറ്റപ്പോൾ മറൈൻ ഡ്രൈവ് പദ്ധതി കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇത് ഇരട്ട നഗരമായിരുന്നു എന്നിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദ്വാരക ഇരട്ട നഗരമാണ്. അതിലൊന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന കുശസ്ഥലിയാണ്. അതെല്ലാം പരിഷ്കരിച്ച് വെടിപ്പാക്കി വാസയോഗ്യമാക്കി തീർത്തു. ഈ ദർഭപ്പുല്ലെല്ലാം, ദർഭപ്പുല്ല് പല തരത്തിലുള്ള ദർഭപുല്ല്, നമ്മൾ കാണുന്ന ദർഭപ്പുല്ലല്ല ശരിക്കുള്ള ദർഭപ്പുല്ല്. നമ്മളിവിടെ ബലിക്ക് വേണ്ടി നമ്മുടെ കടകളിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചമരുന്ന് കടകളിൽ നിന്ന് കൊണ്ടുവരുന്ന ദർഭപ്പുല്ലല്ല, കൂർത്ത കമ്പി പോലെ ഇരിക്കുന്ന വിരലിൻ്റെ വണ്ണമുള്ള ദർഭപ്പുല്ലുകളുണ്ട്. അത് കയറിയാൽ ശരിക്കും കമ്പി കുത്തിക്കയറി ഇതുപോലെ തുളവീണ് രക്തം ചീറ്റിക്കൊണ്ടിരിക്കും. അതെല്ലാം വെട്ടിക്കളഞ്ഞ് കത്തിച്ച് കുശസ്ഥലി മനോഹരമായൊരു നഗരമാക്കി. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ നഗർത്തുന്നത്. എന്നിട്ട് കുശസ്ഥലിയെയും ദ്വാരകയെയും വേർതിരിക്കുന്ന ഒരു ചെറിയ മതിലുണ്ട്. കവച്ച് വയ്ക്കാവുന്ന മതിലാണെന്നാണ് പറയുന്നത്. അത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. അങ്ങനെയാണത് വേർതിരിച്ചിരിക്കുന്നത്. അതിൻ്റെ അംശങ്ങളെല്ലാം ഈ ഭൂഖനനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന റാവുവും മറ്റും നടത്തിയ റാവു CB ലാൽ ഇവരൊക്കെ നടത്തിയ CB ലാലിൻ്റെ നേതൃത്വത്തിലായിരുന്നു സരസ്വതി നദി. പിന്നെ മറ്റേ രാമക്ഷേത്രം നിന്നിരുന്ന സ്ഥലം ഇവിടെയെല്ലാം അയോധ്യയിൽ നടത്തിയിട്ട് അവരതിൻ്റെ എല്ലാം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ആരും അത് മനസ്സിലാക്കുകയോ വായിക്കുകയോ ചെയ്യാഞ്ഞിട്ടാണോ എന്താണോ അറിഞ്ഞുകൂടാ. എന്നാലും അങ്ങനെ ആരെങ്കിലും ഇത് മനസ്സിലാക്കിയതായി കാണുന്നില്ല.
അത് ഇതിലും കൊടുത്തിട്ടുണ്ട്, നെറ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടിച്ചാൽ അപ്പം തന്നെ വായിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ 2 നഗരങ്ങളാണ്. അതിൽ രൈവതകം എന്നത് നേരത്തെ തന്നെ ശരിപ്പെടുത്തി ഇതെല്ലാം വെടിപ്പാക്കി അങ്ങോട്ട് ഒരു വിഭാഗത്തെ മാറ്റി താമസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് രൈവതകൻ. ഈ രൈവതകൻ്റെ മകളാണ് രേവതി. ബലരാമൻ്റെ രേവതിയെ ബലരാമന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ വിവാഹം വരുന്നത്. അപ്പോഴേക്കും യദുവംശത്തിലെ ഭ്രഷ്ടന്മാരായ ആളുകളുമായിട്ട് രാജാക്കന്മാർ സഹകരിക്കാൻ തുടങ്ങി. കൃഷ്ണൻ പിന്നാലെ വരുന്നതേ ഉള്ളൂ, വന്നിട്ടില്ല. അപ്പോൾ രേവതി ബലരാമൻ്റെ ഭാര്യയായി. കൃഷ്ണൻ വരുന്നതിന് മുമ്പാണ് ബലരാമന്റെ വിവാഹം കഴിയുന്നത് അല്ലേ? അതെ അതെ അതെ. ദ്വാരക. പിന്നെ മറ്റൊരു സംഗതി നമ്മൾ ഓർക്കേണ്ടത്, ഈ കഥ കഴിഞ്ഞ് പിന്നെയും 10-36 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞു പോയ സംഭവങ്ങളെല്ലാം ഇപ്പം നടക്കുന്നത് പോലെ പറയും, പക്ഷെ സംഭവം നടന്നു പോയതാണ്. ഇപ്പം കർണൻ കുന്തിപുത്രൻ എന്ന് പറഞ്ഞ ആദ്യ പർവ്വത്തിൽ തന്നെ പറയും. കർണൻ കുന്തിപുത്രനാണെന്ന് ആർക്കും അറിഞ്ഞൂടെ? പക്ഷെ യുദ്ധവും കൂടി കഴിഞ്ഞതുകൊണ്ട് ആളുകൾ അറിഞ്ഞുപോയി കുന്തിപുത്രനാണെന്നുള്ളത്. അങ്ങനെയാണ്. അതുകൊണ്ട് പഴയ കഥ പുനരാഖ്യാനം ചെയ്യുന്നതുകൊണ്ട് കർണനെ കുന്തിപുത്രൻ എന്ന് പറയും. എന്ന് വെച്ചാൽ അന്ന് അദ്ദേഹം കുന്തിയുടെ പുത്രനായിരുന്നു എന്ന് വെളിപ്പെട്ടു എന്നർത്ഥമില്ല അതിന്. പഴയ കഥ ആയതുകൊണ്ട് പിന്നീട് പറയുമ്പോൾ കുന്തിപുത്രനാണോ എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന സ്ഥിതിക്കാണ് ഈ കുന്തിപുത്രൻ എന്ന് പറയുന്നത്. രണ്ട് കഥ നടക്കുന്ന കാലത്ത് കുന്തിപുത്രനാണെന്ന് അറിഞ്ഞിട്ടില്ല. അതുപോലെയാണ് കുശസ്ഥലിയുടെ കാര്യം. കാരണം ഇനി വീണ്ടും ശ്രീകൃഷ്ണൻ്റെ കഥ വരുമ്പോൾ അതിൽ ശ്രീകൃഷ്ണൻ കുശസ്ഥലി നിർമ്മിച്ചതായി പറയും. അത് പുനർനിർമ്മാണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം സങ്കീർണമായ കുഴപ്പങ്ങൾ ഈ കഥ പഠിക്കുമ്പോൾ വരും. ഇത് വായിച്ച് ഭ്രാന്ത് കയറിയിട്ടാണ് ഈ സായിപ്പന്മാർ ഇതൊന്നും മനസ്സിലാവാതെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. ഒരിടത്ത് വരുമ്പോൾ രാധേയനാണെന്ന് പറയും, കണക്ഷൻ ഇല്ലെന്ന് അവർക്ക് തോന്നുന്നത് ഇതാണ്. ഇത് പല സ്ഥലത്തായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ കഥയുണ്ടാക്കി, കഥ ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, ആരെല്ലാം ഈ കഥയിലെ ആഖ്യാതാക്കന്മാരായിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കി വയ്ക്കണം. അങ്ങനെയും കൂടി മനസ്സിലാക്കി വെച്ചാലാണ് ഇത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വംശവൃക്ഷം, ഈ കുരുവംശത്തിൻ്റെയും പാണ്ഡുവിൻ്റെ വംശത്തിൻ്റെയും ഒരു വൃക്ഷം വരച്ച് വെച്ചിട്ട് അതിൻ്റെ ശാഖകളും വരച്ച് വെച്ച് പഠിച്ച് ആദ്യത്തെ പഠനത്തിലൊന്നും കാര്യങ്ങൾ ഒഴിവാകില്ല. അങ്ങനെ വളരെ ബന്ധപ്പെട്ടിരുന്ന് പഠിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വംശവൃക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പലരും ചേർന്ന്. അങ്ങനെ ഒരു വംശവൃക്ഷം ഉണ്ടാക്കി പഠിച്ച് അത് ഉപസ്ഥിതമാക്കണം. അപ്പോൾ ഇത്രയും പാട് കഴിച്ചതിങ്ങനെ ഉപസ്ഥിതമാക്കിയിട്ട് എന്തിനാണ് എന്നൊരു ചോദ്യമാണ് വരുന്നത്. പ്രത്യേകിച്ച് പ്രത്യക്ഷമായ വീക്ഷണത്തിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇപ്പോൾ ചരിത്രം പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത് പോലെയുള്ളൂ. ആദ്യത്തെ രാജാവ് ആരായിരുന്നു, ആദ്യത്തെ ഇമ്പീരിയലിസ്റ്റ് ആരായിരുന്നു, എവിടെയാണ് ആദ്യം ഇമ്പീരിയലിസം ഉടലെടുത്തത്, ആദ്യത്തെ ഏകാധിപതി ആരായിരുന്നു, ആദ്യത്തെ സാമ്രാജ്യം ഏതായിരുന്നു, ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാൻ? ഇതൊക്കെ പഠിച്ചാൽ ഇതിപ്പോൾ ഇതുണ്ട്, പിന്നെ ഹമ്മുറാബി ആദ്യത്തെ നിയമകർത്താവ് ഹമ്മുറാബി. അപ്പം അദ്ദേഹമാണ് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കണം ഇടാനുള്ള പദ്ധതി ആദ്യം കൊണ്ടുവന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്നത് എന്താണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മറ്റോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മറ്റോ നമ്മുടെ മന്ത്രിമാരിൽ ആർക്കോ തോന്നിയതാണ് ഈ പരോപകാരപ്രദമായ പരിപാടി. ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. കാരണം ഇത് അവർ വായിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ. ഈ ഈജിപ്തിൻ്റെ പ്രാചീന ചരിത്രം പോയി ഇതിപ്പോൾ ഹിസ്റ്ററിയിൽ MA എടുത്ത ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെങ്കിൽ തന്നെയും പരീക്ഷയും കഴിഞ്ഞ് പഠിച്ചത് മറന്നു. പിന്നെ നാട്ടിൽ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുകയാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് അത് ഓർമ്മയിൽ നിൽക്കുകയില്ല. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നാൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാം അയാൾക്ക്. പണ്ടിങ്ങനെ വലിയൊരു നിയമനിർമ്മാതാവ്, വലിയൊരു നിയമജ്ഞൻ, വലിയൊരു രാജാവ്, നിയമസംഹിതയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നിയമസംഹിത ഉണ്ടാക്കിയ രാജാവ് പർവ്വതങ്ങളുടെ അടിവാരത്തിൽ പാർക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി. 15,000 വീടുകളാണ് വെച്ച് കൊടുത്തു ഹമ്മുറാബി. കഠിന ശിക്ഷ കൊടുക്കുന്ന ആളാണ്. പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളുടെ അഭിവൃദ്ധിയിലും അവരുടെ ചെന്ന് സന്ദർശിച്ചപ്പോൾ കണ്ടതാണ്. ഇവരൊക്കെ ഇങ്ങനെ പല ഗുഹകളുടെ അരികിലുമൊക്കെ ഇങ്ങനെ കിടക്കുന്നു. ഈ മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രിയും മന്ത്രി സഭാ മണ്ഡലവും അവർ പറയും പ്രജകൾക്കൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, എല്ലാവരും സുഖമായിട്ട് വാഴുന്നു, എല്ലാവരും അങ്ങയെക്കുറിച്ച് അവദാനങ്ങളും കീർത്തനങ്ങളും എഴുതുന്നു. ഇത് വേണമെങ്കിൽ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. ഉണ്ട് വായിച്ചൊന്നും കേൾപ്പിക്കണ്ട, എന്തായാലും അവർ എഴുതുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ ഒന്നും ചെല്ലാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കാരണം ഇവർ മന്ത്രിമാർ ചെയ്യുന്ന കൊള്ള അറിയാതിരിക്കാനാണ് ഇദ്ദേഹത്തെ അങ്ങോട്ട് അടുപ്പിക്കാത്തത്. അറിഞ്ഞാൽ ശിക്ഷ കഠിനമാണ്. അപ്പോൾ തന്നെ വാഴ വീഴുക, തലവെട്ടി കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് പിന്നീട് കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തു. അവിടെ അപ്പോൾ ഈ എന്താണ് എഫ്.ഐ.ആറിൽ അപാകതകളുണ്ട്, അതുകൊണ്ട് കേസ് തള്ളിക്കളഞ്ഞു. പിന്നെ ഹൈക്കോടതി പിന്നെ ഇവിടെ സെഷൻസ് കോടതിയിൽ പോയി, പിന്നെ ഹൈക്കോടതിയിൽ പോയി, പിന്നെ സുപ്രീം കോടതിയിൽ പോയി, പിന്നെ പ്രസിഡന്റിന് ദയാഹർജി. ഇത്രയുമാണ് പ്രോസസ്സ് കിടക്കുന്നത്. ഈ വക യാതൊരു പ്രശ്നമില്ല അദ്ദേഹത്തിന്. അപ്പോൾ തന്നെ വാള് വരുന്ന താമസം അതൊരു താമസമാണെങ്കിൽ ആ താമസം ഉണ്ടാകാൻ തല പോകും. അതുകൊണ്ടാണ് ഇവർ ഇദ്ദേഹത്തെ കൊണ്ട് ഇതൊന്നും കാണിക്കാത്തത്. അപ്പോൾ എല്ലായിടത്തും സമൃദ്ധി കൊണ്ട് ജനങ്ങൾക്ക് ഈ സമൃദ്ധിയൊക്കെ കാലെ കുത്തി കയറും നടക്കുമ്പോൾ. അങ്ങനെ എല്ലായിടത്തും സമൃദ്ധി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ സമൃദ്ധി ജനങ്ങളുടെ കാലയൊക്കെ കുത്തിക്കയറി കാലിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ശരി, എന്നാലും ഞാനൊന്ന് നോക്കട്ടെ, കാലയെ കുത്തിക്കയറിയിട്ട് മുറിവ് എത്ര ഉണ്ടെന്ന് അറിയാം. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇതുങ്ങളൊക്കെ പട്ടിണിയുടെ വീടില്ല, ഒന്നുമില്ല. വല്ല ഏതെങ്കിലും ഒരു അണ്ണാനോ മുയലോ വല്ലതേയും കിട്ടിയെന്നാൽ അതിനെ പച്ചയ്ക്ക് തന്നെ തിന്നും, തൊലി ഉരിച്ച് കളഞ്ഞിട്ട് പച്ചയ്ക്ക് തിന്നും. അതാണ് ഈ സമൃദ്ധി കാലെ കുത്തിക്കയറി എന്ന് പറയുന്ന പരിപാടി. ആ മന്ത്രിമാരെ എല്ലാവരെയും കൊന്ന് സ്വച്ഛമാക്കി വേറെ ആളുകളുടെ അടുത്ത്. പിന്നെ ആ എടുത്ത ആളുകൾ അത്ര പെട്ടെന്ന് വഷളാകില്ല. ഈ തലതാഴത്ത് കിടക്കുന്നത് അവർ നേരിട്ട് കണ്ടിട്ടുള്ളതായതുകൊണ്ട് വഷളാകില്ല. അപ്പോൾ അവർക്കാണ് ഇദ്ദേഹം ഒരു ഭവന പദ്ധതി ഉണ്ടാക്കി അത് നടപ്പിലാക്കി വെച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത് എത്ര പ്രാചീനമായ ഒരു സംഗതിയാണ്. അപ്പോൾ വളരെ പ്രാചീനനായ ഒരു ഭരണാധിപന് ജനങ്ങളുടെ ഈ വീടില്ലാതെയുള്ള താമസം കണ്ട് അലിവ് തോന്നിയിട്ട്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണെന്ന് തോന്നിയിട്ട് അന്ന് തന്നെ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഈ അറിവ് ഒരു ഇതിൻ്റെ ഈ ഭവനമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രിക്ക് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പഠിച്ച് ഇത് കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിൽ എങ്ങനെ വയ്ക്കാം എന്ന് ചിന്തിക്കാൻ കഴിയും. ചരിത്ര ബോധമുണ്ടെങ്കിൽ അതാണ് ഈ ചരിത്രം പഠിക്കുന്നതിൻ്റെ ഒരു അതിനാണ് ചരിത്രം പഠിക്കുന്നത്. ഇപ്പോൾ അക്ബർ എങ്ങനെയാണ് അദ്ദേഹം വിവിധ തരത്തിലുള്ള മതക്കാരെ ഏകോപിപ്പിച്ച് നിർത്തി അവരോടെല്ലാം സഹിഷ്ണുത പുലർത്തി അദ്ദേഹം ഈ മതനികുതികളെല്ലാം എടുത്തു കളഞ്ഞ് എപ്രകാരമാണ് സ്വീകാര്യമായ ഒരു ഭരണം. അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ മതപരമായ വിട്ടുവീഴ്ചകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ തന്നെയും മതത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ കരുത്തേക്ക് കയറാതെ എങ്ങനെ എല്ലാ തരം ജനങ്ങളെയും കൊണ്ടുപോയി എന്നറിയണമെങ്കിൽ ഈ ജനാധിപത്യത്തിൽ ഭരണാധിപന്മാരാകുന്ന ആളുകൾ അത് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുന്നത് പല പുതിയ ആശയങ്ങളും അവർക്ക് പഴയ ആശയമാണ്, അത് അറിഞ്ഞുകൂടാത്തവരറിയുമ്പോൾ പുതിയ ആശയമായിരിക്കുമല്ലോ. സാർ അക്കാര്യത്തില്ലേ ഈ ചരിത്രം എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയും കൂടാണ് നമുക്ക്. ആണ്. അതെ. പിന്നെ അതിനകത്ത് വരുന്ന നുണകളാണ്. കുറച്ച് നുണ വരും എന്തായാലും. കാരണം നുണയില്ലാതെ മനുഷ്യനെ വർത്തമാനം പറയാനോ ചിന്തിക്കാനോ
എഴുതാനും സാധ്യമല്ല. അത് വേണം, കുറച്ചൊക്കെ വേണം തന്നെ. അപ്പം നുണ വരും. അല്ല, ആ തലമുറയുടെ താല്പര്യം അനുസരിച്ച് ഈ നുണയുടെ സ്വഭാവം മാറി മാറി ഓരോ അത് വരും. അത് വരും. അത് മാറി മാറി അവരുടെ താല്പര്യവും ഉദ്ദേശവും അത് മാറി 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 വരും. ഇപ്പോൾ വലിയ ബ്രാഹ്മണർ രാജാവിനെ ഉപദേശിക്കുമ്പോൾ ബ്രാഹ്മണരുടെ കാര്യം കൂടുതൽ ഭദ്രമാക്കിയിട്ടുണ്ടാവും അതിനകത്ത്. പിന്നെ നമ്മുടെ ഈ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഇല്ല. ഇങ്ങനെ വീട് വെച്ച് കൊടുത്തു, ഇന്ന രാജാവ് വീട് വെച്ച് കൊടുത്തു എന്നുള്ളതൊന്നും വായിച്ചിട്ടില്ല. അങ്ങനെയില്ല. അല്ല, ലക്ഷം വീട് പദ്ധതിയില്ലേ? ലക്ഷം വീട് അത് എം എൻ ഗോവിന്ദനാർ കൊണ്ടുവന്നായിരുന്നു. അതെ അതെ, ഇത് രാജാവല്ലല്ലോ, രാജാവല്ല. എം എൻ ഗോവിന്ദനാർ കൊണ്ടുവന്നതാണ്. അത് അദ്ദേഹത്തിന് ഒരു പക്ഷേ തനിയത് തോന്നിയതാവാം, അതെ, ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടായി. അതെ. ഇപ്പോൾ ഇത്തരം ജനോപകാരപ്രദമായ ഇപ്പോൾ അറംഗസീബിൻ്റെ ജീവിത രീതിയെ ആസ്പദമാക്കി നോക്കുമ്പോൾ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കുന്നത്. അവനെന്ത് ചെയ്യുന്നു? മതത്തിൽ പറഞ്ഞത് അതേപടി പാലിച്ചുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നു. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു. ഒരു കടുത്ത വിശ്വാസിയായി പോയി. കടുത്ത വിശ്വാസിയാണ്. അതിൽ കൂടുതലുണ്ട്. സ്വന്തം അനിയനെ തലവെട്ടി കൊല്ലുകയും, അല്ലാതെ ഈ വിശ്വാസത്തിന്റെ പേരിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്വന്തം അനിയനെ എല്ലാരും കാണുകയും തലവെട്ടി അല്ല, ഇങ്ങനെ അത് പിതാവിനെ പിടിച്ച് ജയിലിലടക്കിയ ഇതെല്ലാം സദ്ഭരണത്തിന് വേണ്ടിയാണെന്നാണ്. അതെ, അങ്ങനെ ചെയ്യാവുന്നുണ്ടായിരിക്കും. സദ്ഭരണത്തിന് വേണ്ടിയാണ്. സദ്ഭരണത്തിന് വേണ്ടി ഇപ്പോഴും അതിന് കുറവില്ലല്ലോ. വിട്ടുവീഴ്ച വരുത്തുന്ന രാജാക്കന്മാരെയാണ് ഈ തട്ടിക്കളയുന്നത്. അപ്പൊ ഇവൻ വിട്ടുവീഴ്ച വരുത്തുന്നതാണ് അനിയനെങ്കിൽ, ചേട്ടനെങ്കിൽ, അച്ഛനെങ്കിൽ അവനകത്ത് കിടക്കും. അല്ല, അയാള് ചേട്ടന് ഉപനിഷത്ത് തർജ്ജമ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അയാളെ. അല്ല, അതുകൊണ്ട് അല്ല, ഈ പിന്നെ പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാൾ മറ്റേത് സഹിക്കുന്ന എന്തിനാ? അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാനിതിൽ ഇത് പറഞ്ഞിരിക്കുന്നതെല്ലാം പരിപൂർണമായി വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ അങ്ങേപ്പുറത്തൊക്കെ ഉള്ളത് തെറ്റ്. അതിനെയൊക്കെ അതാണ് ഈ അന്ധമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അതങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് നോക്കണം. വളരെ ലളിത കോമളമായ ജീവിതമാണ്. ലളിത ശ്യാമള കോമളമായ ജീവിതമായിരുന്നു. രണ്ടൊരു ചക്രവർത്തി ജീവിച്ചതുപോലെയല്ല അദ്ദേഹം ജീവിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ പ്രമാണത്തിന്മേലൊരു പിടുത്തം വേണം. അദ്ദേഹത്തിൻ്റെ മതപരമായ പ്രമാണത്തിൽ പിടുത്തമുണ്ടായിരുന്നു. അത് മറ്റുള്ള മതക്കാർക്ക് അസൗകര്യപ്രദമായിരുന്നു ഉള്ളതേ ഉള്ളൂ. അല്ല, മനുഷ്യന് ഉപദ്രവകരമായിരുന്നു. മനുഷ്യന് ഉപദ്രവകരമായിരുന്നു. അപ്പോൾ അതിന് മനുഷ്യന് ഉപദ്രവകരമാകുമ്പോൾ മനുഷ്യൻ കയ്യും കക്ഷി വെച്ചുകൊണ്ട് നോക്കി നിൽക്കുകയല്ല വേണ്ടതേ. അതിന് പ്രതികരിക്കണം. അതിന് പ്രതികരിക്കണം, ചെറുക്കുകയും വേണം, പ്രതിരോധിക്കുകയും വേണം. അത് പേടിച്ചിട്ട് ചെയ്തില്ല. പേടിച്ചിട്ടാണോ എന്താണെന്നുള്ളത് വ്യക്തമല്ല. അതും ചെയ്തു. ശിവജിയുടെ കാലം വന്നപ്പോ അതുണ്ടായി. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ പ്രമാണമായി സ്വീകരിച്ച ഒരു തത്വസംഹിതയോടെ നീതി പുലർത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിന് അദ്ദേഹം ശ്രമിച്ചിരുന്നു. അത് മറ്റുള്ളവർക്ക് മരണകാരണമായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാമ്പ് കടിക്കുമ്പോൾ ഈ പിന്നെ മരിച്ച ആളിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിലല്ലേ പാമ്പ് കടിക്കുന്നത്. പാമ്പ് പേടിച്ച് കടിച്ചപ്പോൾ അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കടിച്ചപ്പോൾ അവൻ ചത്തുപോയി. അത് സ്വാഭാവികമായി സംഭവിച്ചതാണ്. അല്ലാണ്ട് മനഃപൂർവ്വം ഇല്ല. മനഃപൂർവ്വമൊന്നുമില്ല. മനഃപൂർവ്വം കടിക്കുന്നത് മനുഷ്യനെ കടിക്കുള്ളൂ. മനഃപൂർവ്വം ഒരു കടിയെങ്കിൽ കടി കൊടുത്തു കളയാന്ന് വിചാരിക്കും. അപ്പോൾ കുശസ്ഥലിയും ദ്വാരകയും, അതിൽ കുശസ്ഥലിയിൽ ഇവിടെ പിന്നെ സംഭവങ്ങളെ വല്ലാതെ ട്വിസ്റ്റ് ചെയ്താണ് അവതരിപ്പിക്കുന്നത്. ഇത് ഇടയ്ക്ക് കയറ്റി പറഞ്ഞിട്ട് ബലദേവൻ്റെ കഥ അല്ലെങ്കിൽ ബലരാമൻ്റെ കഥ ഇവിടെ കയറ്റി പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്രമം തെറ്റിച്ചിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ പ്രക്രമഭംഗം എന്ന് പറയുന്ന കാവ്യദോഷമാണ്. അത് ഇവിടെ അതിനകത്ത് കൂടുതലുണ്ട്. ഇത് ഭാരതത്തിൽ കൂടുതലുണ്ട്. ഈ ആലങ്കാരികന്മാരുടെ ദൃഷ്ടിയിൽ
പ്രക്രമഭംഗം എന്ന് പറയുന്ന കാവ്യദോഷമാണ് ഈ വരുന്നത്. പിന്നെ ചിലയിടത്തൊക്കെ വരുമ്പോഴുള്ള വർണ്ണനകൾ ഈ പോർണോഗ്രഫിക്കാണെന്ന് തോന്നും. ഇപ്പം ഇന്നത്തെ നിലയിലാണെങ്കിൽ അത് ശിക്ഷ മേടിക്കുന്ന തരത്തിലുള്ള എഴുത്താണ്. ഇപ്പം വ്യാസൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടും പിന്നെ വ്യാസനെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം എന്നുള്ളത് കൊണ്ടുമാണ് ഈ ശിക്ഷ വാങ്ങിക്കാത്തത്. അപ്പോൾ അവിടെ ഒരു പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിൻ്റെ വസ്തുതകളായി കാണുന്ന വലിയ ഒരു സത്യാന്വേഷകൻ്റെ എഴുത്താണത്. അല്ലാതെ വെറുതെ ആത്മാവിഷ്കാരം നടത്തുന്ന ഒരാളല്ലേ വ്യാസൻ. അല്ല. അപ്പോൾ ആ സത്യസന്ധത പ്രപഞ്ചത്തിലെ സർവ്വവസ്തുക്കളോടും മനുഷ്യരോടും മൃഗങ്ങളോടും എല്ലാവരോടും അദ്ദേഹം കാണിച്ചിരിക്കും. ആണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത. ചരാചര സ്പർശിയാണ്. സർവചരാചര സ്പർശി ആണ്. ആ സത്യസന്ധത കാണിച്ചിരിക്കും. ആ സത്യസന്ധത നമുക്ക് ചിലപ്പോഴൊക്കെ അരോചകമായിട്ട് തോന്നും. അതിന് അദ്ദേഹം ഉത്തരവാദിയല്ല. നമുക്ക് സത്യത്തിൽ നിന്ന് വളരെ അകന്ന് ജീവിക്കുന്നവരായതുകൊണ്ടാണ് നമുക്കത് അരോചകമായിട്ട് തോന്നുന്നത്.